സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ വലിയ പ്രതിഷേധമുയരുന്നതിനിടെ വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇതൊരു സമഗ്രമായി നടപ്പിലാക്കാൻ കഴിയും. നമ്മൾ കാട്ടിനുള്ളിലൂടെ പോകാൻ അനുവാദം കൊടുക്കുകയും ചെയ്യണം. വന്യമൃഗങ്ങൾ ആക്രമിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത്? അതൊരു നല്ല നിർദ്ദേശമാണ്, നമുക്ക് ആലോചിക്കാവുന്ന ഒരു നിർദ്ദേശമാണ്. അല്ല അതാ പറഞ്ഞ അവരൊരു അല്ലെന്നേ അവരൊരു കർമ്മ പരിപാടിയാണ്. ഇന്നലത്തെ മീറ്റിംഗ് നിയമ നടപടിയല്ലല്ലോ ആലോചിക്കും. ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ ഈ ആഴ്ച ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ലേ ആലോചിക്കും. മറ്റേത് നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കും. കേന്ദ്ര നിയമത്തിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് പോകാമോ എന്ന ഒരു പ്രശ്നം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എന്നാൽ പൗരന്മാർക്ക് പോകാം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ചുരുക്കത്തിൽ വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ തടയാൻ ശാശ്വതമായൊരു പരിഹാരമില്ല. അല്ല, അത് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. നിലവിൽ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു 1/2/28 29/2/28 ശേഷം ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കാ കഴിയുക? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ. അപ്പോൾ ശാശ്വതമെന്ന് വാക്കില്ല, പരമാവധി പരിഹരിക്കുക എന്നുള്ളതാണ്. പരമാവധി പരിഹരിക്കുകയാണ്, ലഘൂകരിക്കുകയല്ല. പരമാവധി പരിഹരിക്കുക എന്നാണ് ഞാനത് നല്ല അർത്ഥത്തിൽ ഉദ്ദേശിച്ചാണ്. സർക്കാർ ഒരുവിധ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത്തരം എന്തെങ്കിലും ആശയമുണ്ടോ? അങ്ങനെ ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ ഒന്നും എനിക്ക് കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇനി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോന്ന് എനിക്ക്. സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കണം? എന്നാലും അദ്ദേഹത്തെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നിയമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഒരുമിച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദ്യം ചോദിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഒരു പച്ച മനുഷ്യനായിട്ട് ചോദിക്കുക. ഇനി മേലാൽ കേരളത്തിൽ ഒരു ആത്മഹത്യയില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ കേരളത്തിൽ ഒരു മോട്ടോർ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും? കാരണം അതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ആർക്കാ സാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ആർക്കാ പറയാൻ സാധിക്കുക? പ്രതിപക്ഷ നേതാവിനെ പറയാൻ പറ്റുമോ അന്തിമമായി ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്? അതിന് നിങ്ങൾ തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ദയവായി അത്തരം വ്യാഖ്യാനികൾ, നമ്മൾ ഒരു തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് തെറ്റായ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അല്ല, നിങ്ങൾ നല്ല ആരുമായിട്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നവർ